ഹായ് ഹലോ, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ പഴമൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ അത് കട്ടി കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ്. രാവിലത്തെ ദോശമാവ് ഒരു 4 കയ്യിൽ ദോശമാവാട്ടോ, കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ ഈ പഴംപൊരി ഒരു പുളി ഉണ്ടാവും. അപ്പോൾ ഒരു 4 കയ്യിൽ ദോശമാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പഴംപൊരിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പഴംപൊരിയിലേക്ക് ദോശമാവോ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലോണം പൊങ്ങി വരും. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക്. ഇനി നമ്മുടെ ഈ മാവിൽ മുക്കി ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ പഴം മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവണം. ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മുടെ ഈ പഴംപൊരി വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഉച്ചരിഞ്ഞിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്